വെൽക്കം ടു CSEB ആസ്പിരൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമെൻമെൻറ്റിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങളും കൂടി നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഭാഗമാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ലിക്വിഡേറ്ററുടെ ഭാഗമാണ് ഇപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ലിക്വിഡേറ്ററുടെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടും അതുപോലെ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. തർക്കത്തിൽ അമെൻമെൻറ്റ് വന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ അമെൻമെൻറ്റ് ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളും വന്ന മാറ്റങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പം അതിൽ അവർക്ക് അവരുടെ ഓർഡറാണ് ഫൈനൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പീൽ പോവാം കേട്ടോ. അങ്ങനെ ഒരു കേസുണ്ട്, അപ്പീൽ കൊടുക്കാൻ പറ്റും. അത് പക്ഷേ ആദ്യമായിട്ട് തർക്കം വരുമ്പോൾ ആരെയാണ് സമീപിക്കേണ്ടത്? പിന്നെ രജിസ്ട്രാറേയും കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെയാണ് സമീപിക്കേണ്ടത്. അവിടെയാണ് ഫൈനൽ. പിന്നെ അവരുടെ വിധി ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല എന്നല്ല അർത്ഥം. അവരുടെ വിധി ചോദ്യം ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ അപ്പീലിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് ആർക്കാണ് ഏതൊക്കെ തരത്തിലാണ് അപ്പീൽ ഫയൽ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അവരുടെ വിധിക്കെതിരെയും അപ്പീൽ പോകാൻ കഴിയും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സംശയം വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതൊന്ന് ക്ലിയർ ചെയ്തത്. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ് ആയിട്ടാണ് നമ്മളത് അപ്ലോഡ് ചെയ്തത്. ഓക്കെ. അപ്പോൾ അത് കാണുന്ന കൂട്ടുകാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ അത് മാറി കിട്ടും. ഓക്കെ. അപ്പോൾ അവർക്ക് അപ്പീൽ പോകാനുള്ള അവസരം ഉണ്ട് കേട്ടോ. അവർക്കെതിരെ അപ്പീൽ കൊടുക്കാം. അവർ വന്ന ഷാൾ ബി ഫൈനൽ എന്നവിടെ പറയുന്നുണ്ടെങ്കിലും അവർക്ക് അപ്പീലിന് പോവാം തീർച്ചയായിട്ടും അവരുടെ വിധിക്കെതിരെ. അത് യുക്തമാണെന്ന് തോന്നിയാൽ അതിനുള്ള വിധി അപ്പീൽ കൊടുക്കുമ്പോൾ അപ്പീലിംഗ് അതോറിറ്റി തീരുമാനിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ ലിക്വിഡേറ്ററുടെ കാര്യം പറയാം. ലിക്വിഡേറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 73 ലിക്വിഡേറ്ററുടെ കാര്യം പറയുന്നത് കേട്ടോ. സെക്ഷൻ 72 ലിക്വിഡേറ്ററിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 73 പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ. അവിടെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. സെക്ഷൻ 72 ലിക്വിഡേറ്റർ എന്നുള്ള ഭാഗത്ത് തൽക്കാലം യാതൊരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാമത്തെ ചാപ്റ്ററാണ് വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷനെ കുറിച്ച് പറയുന്നത്. അവിടെ സെക്ഷൻ 71 തൊട്ടിട്ട് 74 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റീസ് ആണ് 71 വന്നിട്ടുള്ളത്. പിന്നെ 72 സെക്ഷൻ 72 ലിക്വിഡേറ്ററാണ്. അവിടെയാണ് 71 പ്രകാരം വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ഒരു ലിക്വിഡേറ്ററിനെ നിയമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ റെമ്യൂണറേഷൻസും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നത് ആരാണ്? രജിസ്ട്രാറാണ് ഫിക്സ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ റെമ്യൂണറേഷൻസൊക്കെ ഫിക്സ് ചെയ്യുന്നത് രജിസ്ട്രാറാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലിക്വിഡേറ്റർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് എവിടെയാണ്? 73 സെക്ഷൻ 73 പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ, അവർക്ക് എന്തെല്ലാം അധികാരങ്ങളുണ്ട്, അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, എത്ര കാലത്തിനുള്ളിലാണ് ലിക്വിഡേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നെല്ലാം കാര്യങ്ങൾ പറയുന്നത് സെക്ഷൻ 73 കേട്ടോ. ഏകദേശം 10ഓളം അധികാരങ്ങളാണ് ഈ ഒരു സെക്ഷൻ 73 പറഞ്ഞിട്ടുള്ളത്. 10ഓളം അധികാരങ്ങളെ കുറിച്ചിട്ട് 73 പറയുന്നുണ്ട്. 73 സബ്സെക്ഷൻ 1 എന്താ പറയുന്നത് വെച്ചാൽ, 1 പറയുന്നത് ഈ വോൾ സൊസൈറ്റി, ഈ സൊസൈറ്റിക്ക് അസറ്റ്സുകളുണ്ടല്ലോ, ആ വൈൻഡിങ് അപ്പിൻ്റെ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ, വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണെന്ന് തീരുമാനിച്ചു, ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തു രജിസ്ട്രാർ. പിന്നെ അദ്ദേഹത്തിന് പറഞ്ഞയക്കുകയാണ് അല്ലേ, ലിക്വിഡേഷൻ പ്രൊസീജിയറിലേക്ക് നീങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ട് ലിക്വിഡേറ്ററിനെ നിയമിച്ചു കഴിഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് ലിക്വിഡേറ്റർ ചെയ്യേണ്ടത് എന്താണ്? അവരുടെ അസറ്റ്സൊക്കെ ഒന്ന് റിയലൈസ് ചെയ്യണം. അവരുടെ അസറ്റ്സൊക്കെ ഒന്ന് റിയലൈസ് ചെയ്യാനും അത് അസറ്റ്സ് സെയിൽ ചെയ്തിട്ടായാലും ഏത് രീതിയിലാണെങ്കിലും അതിൻ്റെ തുക അത് എടുക്കലാണ് എന്ത് ആദ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എത്രയും പെട്ടെന്ന് അസറ്റ്സുകളെല്ലാം ഏറ്റെടുക്കുകയും അത് വിറ്റിട്ടോ അല്ല എങ്ങനെയാണോ പണം കിട്ടാൻ പോകുന്നത്, പണം കിട്ടിയിട്ട് അതിന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അവസാനിപ്പിക്കണം. അതാണ് അദ്ദേഹത്തിൻ്റെ പണി, പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ സബ്സെക്ഷൻ 2 ധാരാളം അധികാരങ്ങളെക്കുറിച്ച് ഓരോന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഓടിച്ചൊന്ന് നോക്കിയിട്ട് പോകാം എന്തൊക്കെ അധികാരങ്ങളാണ് ലിക്വിഡേറ്റർക്ക് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ 2 സബ്സെക്ഷൻ 7 പറയുന്നുണ്ട് ഡിഫെൻഡ് ചെയ്യാനും സ്യൂട്ടുകൾ ഡിഫെൻഡ് ചെയ്യാനും, ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഡിഫെൻഡ് സ്യൂട്ട്സ് ആൻഡ് ലീഗൽ പ്രൊസീജിയേഴ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ സൊസൈറ്റി. അതായത് കേസ് നടത്താൻ അധികാരമുണ്ടോയെന്ന്. ഇപ്പോൾ എന്തെങ്കിലും ലീഗൽ പ്രൊസീജിയേഴ്സിന് അതിൻ്റെ ഫലമായിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. അങ്ങനെ കേസ് നടത്താനുള്ള അധികാരം ആർക്കുണ്ട്? ലിക്വിഡേറ്റർക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ ചുരുക്കമാണ് പറഞ്ഞത്, പെട്ടെന്ന് പറയുന്ന കാരണം നമ്മൾ ചുരുക്കി പറഞ്ഞിട്ട് പോവാം. അപ്പോൾ കേസ് നടത്താനുള്ള അധികാരമുണ്ട്. ഡിഫെൻഡ് സ്യൂട്ട്സ് ആൻഡ് അതർ ലീഗൽ പ്രൊസീഡിങ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ സൊസൈറ്റി എന്ന് പറയുന്നുണ്ട്. പിന്നെ ബി ആയിട്ട് പറയുന്നത് 2 ബിയിൽ പറയുന്നത്
അതായത് ധാരാളം കടങ്ങളുണ്ടെന്ന് വിചാരിക്കാം, കടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കടങ്ങളൊക്കെ ഈടാക്കാനുള്ള അധികാരം. എങ്ങനെ കടങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ കൊടുത്ത കടങ്ങൾ അത് പാസ്റ്റ് മെമ്പേഴ്സ് എന്നാവാം, അല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രസൻറ്റ് മെമ്പേഴ്സ് എന്നാവാം, അവരുടെ നോമിനീസ് എന്നാവാം, അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് എന്നാവാം, ഡിഗ്രി അതായത് മരിച്ചുപോയ ആൾക്കാരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് എന്നാവാം, അല്ലെങ്കിൽ ഫോർമർ ഓഫീസേഴ്സ് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതാവാം. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും കടങ്ങൾ ഈടാക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ലിക്വിഡേറ്റർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഓർത്തിരിക്കുക. കേസ് നടത്താനുള്ള അധികാരമുണ്ട്, കടങ്ങൾ ഈടാക്കാനുള്ള അധികാരമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് പറയുന്നത് എന്തെങ്കിലും ക്ലെയിംസ് എഗെയിൻസ്റ്റ് സൊസൈറ്റിക്ക് എതിരെ. അത് സൊസൈറ്റി ഇപ്പം അങ്ങോട്ട് കടം കൊടുത്തത് മാത്രമാവില്ലല്ലോ, സൊസൈറ്റിയും തിരിച്ചു കൊടുക്കാനുണ്ടാവും ആൾക്കാർക്ക് അല്ലേ. സൊസൈറ്റി വാങ്ങിച്ച ക്ലെയിമുകളുണ്ടാവും. അങ്ങനെ ക്ലെയിമുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ധാരാളം ക്ലെയിമുകളുണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായ കാരണമാണല്ലോ ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ധാരാളം ക്ലെയിമുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മുൻഗണനാ ക്രമം നിശ്ചയിക്കാനുള്ള അധികാരം ആർക്കാണ്? ആർക്ക് ആദ്യം കൊടുക്കണം എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള പവർ ആർക്കാണ്? അതായത് പ്രയോറിറ്റി എന്ന് പറയും. ഡിസൈഡ് ക്വസ്റ്റ്യൻസ് ഓഫ് പ്രയോറിറ്റി അറൈസിങ് ബിറ്റ്വീൻ ക്ലൈമൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആ പ്രയോറിറ്റി ഏതിനാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന മുൻഗണനാ ക്രമം നിശ്ചയിക്കാനുള്ള അധികാരം ആർക്കാണ്? ലിക്വിഡേറ്റർക്കാണുള്ളത്. അതാണ് മൂന്നാമത്തെ. അപ്പോൾ ആദ്യത്തെ പറയുന്നത് കേസ് നടത്താനുള്ള അധികാരം, രണ്ടാമത്തെ കടങ്ങൾ ഈടാക്കാനുള്ള അധികാരം, മൂന്നാമത്തെ മുൻഗണനാ ക്രമം നിശ്ചയിക്കുക. ധാരാളം കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ സൊസൈറ്റി ധാരാളം ബാധ്യതകളുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അതാണെങ്കിൽ ആർക്ക് ആദ്യം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ആ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള അധികാരം ആർക്കാണ്? ലിക്വിഡേറ്ററാണ് അത് തീരുമാനിക്കുക. പിന്നെ അതുപോലെ തന്നെ ക്ലെയിം എഗെയിൻസ്റ്റ് സൊസൈറ്റി ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ, അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട റേറ്റ് ഫിക്സ് ചെയ്യുന്നതും ആര് തന്നെയാണ്? പിന്നെ ഇദ്ദേഹം തന്നെയാണ്. അതായത് ലിക്വിഡേറ്ററാണ് തീരുമാനിക്കുന്നത്. പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് ഓർഡർ ഓഫ് വൈൻഡിങ് അപ്പിന് ശേഷമുള്ള ഈ ഇൻട്രസ്റ്റ് റേറ്റുകളെല്ലാം ഫിക്സ് ചെയ്യുന്നത് ആരായിരിക്കും? ഈ ഒരു പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തീരുമാനിക്കുന്നത് ലിക്വിഡേറ്റർ ആയിരിക്കും. പക്ഷേ നോട്ട് എക്സീഡിങ് ദ കോൺട്രാക്റ്റഡ് റേറ്റ് ഇൻ എനി കേസ്. ഈ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു നിശ്ചിത തുകയുണ്ടാവുമല്ലോ, അതിലും കൂടാൻ പറ്റില്ല, ഒരിക്കലും എക്സീഡ് ചെയ്യാൻ പറ്റില്ല. ബാക്കി കുറയ്ക്കണോ എന്നുള്ളത് അദ്ദേഹത്തിന് തീരുമാനിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്ത കേസ് പറയുന്നത് വെദർ പേഴ്സൺസ് ആൻഡ് ഇൻ വാട്ട് പ്രൊപ്പോർഷൻസ് ദ കോസ്റ്റ് ഓഫ് ദ ലിക്വിഡേഷൻ ആർ ടു ബി ബോൺ. ഇതിൻ്റെ കോസ്റ്റുകൾ, അതായത് ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോസ്റ്റുകൾ തീരുമാനിക്കുന്നതും ആര് തന്നെയാണ്? ലിക്വിഡേറ്ററാണ് തീരുമാനിക്കുന്നത് കേട്ടോ. ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോസ്റ്റുകൾ ഏതൊക്കെ രീതിയിലുള്ള കോസ്റ്റുകളാണ്, ആരൊക്കെയാണ് ഈ കോസ്റ്റുകൾ വഹിക്കുന്നത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ലിക്വിഡേറ്ററാണ്. പിന്നെ അതുപോലെ ഒരു ടു ഡിറ്റർമിൻ വെദർ എനി പേഴ്സൺ ഈസ് എ മെമ്പർ ആണോ, പാസ്റ്റ് മെമ്പർ ആണോ, അതുപോലെ ഡിസീസ്ഡ് മെമ്പറുടെ നോമിനി ആണോ എന്നൊക്കെ വല്ല തർക്കങ്ങളോ അല്ലെങ്കിൽ വല്ല തീരുമാനങ്ങളോ എടുക്കേണ്ട അധികാരം ആർക്കാണ്? തീരുമാനിക്കാൻ ആരാണ്? വെദർ എനി പേഴ്സൺ ഈസ് എ മെമ്പർ, ഒരു മെമ്പർ ആണോ എന്ന് തീരുമാനിക്കുക, പാസ്റ്റ് മെമ്പർ ആണോ തീരുമാനിക്കുക, നോമിനി ഓഫ് എ ഡിസീസ്ഡ് മെമ്പർ ആണോ തീരുമാനിക്കുക. അതെല്ലാം അംഗത്വത്തിന് നിശ്ചയിക്കാനുള്ള, അംഗങ്ങളുടെ ഈ തരത്തിലുള്ള അംഗത്വം നിശ്ചയിക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ലിക്വിഡേറ്ററിൽ നിക്ഷിപ്തമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു കേസ് നടത്താനുള്ള അധികാരം, രണ്ടാമത്തെ കടങ്ങൾ ഈടാക്കാനുള്ള അധികാരം, മൂന്നാമത്തെ മുൻഗണനാക്രമം തീരുമാനിക്കാൻ, ഒന്നിലേറെ കടങ്ങളുണ്ടെങ്കിൽ മുൻഗണനാക്രമം തീരുമാനിക്കാനുള്ള അധികാരം, പ്രയോറിറ്റി റൈസിങ് ബിറ്റ്വീൻ ക്ലൈമൻസ് ആർക്ക് തീരുമാനിക്കാം? ലിക്വിഡേറ്റർക്ക് തീരുമാനിക്കാം. പിന്നെ ഉള്ളത് എന്താണ്? പിന്നെ പറയുന്നത് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ പലിശ തീരുമാനിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ലിക്വിഡേറ്റർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ്, അതായത് ലിക്വിഡേഷൻ്റെ കോസ്റ്റ് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? ലിക്വിഡേറ്ററിൽ നിക്ഷിപ്തമാണ്. പിന്നെ അതുപോലെ അംഗത്വം നിശ്ചയിക്കാനുള്ള തീരുമാനവും ആർക്കാണ്? വെദർ എനി പേഴ്സൺ ഈസ് എ മെമ്പർ, പാസ്റ്റ് മെമ്പർ ഓർ നോമിനി ഓഫ് എ ഡിസീസ്ഡ് മെമ്പർ എന്നൊക്കെ തീരുമാനിക്കുക ആരാണ്? ലിക്വിഡേറ്ററാണ്. ഓക്കെ. ഇവിടെയൊന്നും യാതൊരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല, നമ്മൾ പഴയ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ടു ഗീവ് ഡയറക്ഷൻസ് ഇൻ കളക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ് ഓഫ് സൊസൈറ്റി. ഈ സൊസൈറ്റിയുടെ അസറ്റ്സ് കളക്ട് ചെയ്യാനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് അതെല്ലാം തീരുമാനമെടുക്കുന്നത് ആര് തന്നെയാണ്? ലിക്വിഡേറ്റർ തന്നെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ലിക്വിഡേറ്റർ. അപ്പോൾ എവിടെയാണ് മാറ്റങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പം എന്തെങ്കിലും ഒരു നല്ല വാല്യുബിളായ ബിസിനസ് നടത്തുന്നതാണ് ഈ സൊസൈറ്റി എന്ന് വെക്കുക. ഇപ്പോൾ ഒരു വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ വന്നു എന്ന് വെച്ചിട്ട് അവർ ചെയ്തിരിക്കുന്ന ബിസിനസ് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറയില്ല. ഇദ്ദേഹത്തിന് അത് വാല്യുബിൾ ആണ് എന്ന് തോന്നിയെങ്കിൽ ആ സൊസൈറ്റിക്ക് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഇദ്ദേഹം കൊടുക്കും കേട്ടോ.
ലിക്വിഡേറ്റർ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നടപടികൾ ആരംഭിച്ചാലും ബിസിനസ് നടത്താം എന്നാണ് പറഞ്ഞത്. നടപടികൾ ആരംഭിച്ചാലും ബിസിനസ് നടത്താനുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ഒരു പെർമിഷൻ ആര് കൊടുക്കും? ലിക്വിഡേറ്റർ കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് എന്തെങ്കിലും കൊടുത്തു തീർക്കാനുണ്ടാവുമല്ലോ, ധാരാളം ക്രെഡിറ്റേഴ്സിന് മറ്റ് ക്ലെയിംസ് കൊടുത്തു തീർക്കാനുണ്ടാവും സൊസൈറ്റി. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു ധാരണയൊക്കെ സംസാരിച്ച് ഒരു തീരുമാനമാക്കാനും ക്രെഡിറ്റേഴ്സും അല്ലെങ്കിൽ അങ്ങനത്തെ ക്ലെയിമുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ ഒരു കോംപ്രമൈസ് ടോക്ക് എന്ന് പറയില്ലേ, ആ കോംപ്രമൈസൊക്കെ നടത്താനും അവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു അധികാരം ആർക്കുണ്ട്? ലിക്വിഡേറ്റർക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെയൊന്നും യാതൊരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ 73-1 പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും 73-1 പിന്നെ 73-2 പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞത് കേട്ടോ. അപ്പോൾ 73 സബ്സെക്ഷൻ 2 നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞത് പവേഴ്സ് ഓഫ് ലിക്വിഡേറ്ററിൻ്റെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് 73 സബ്സെക്ഷൻ 2 പിന്നെ 73 സബ്സെക്ഷൻ 2A കാതലായ ഒരു മാറ്റം വന്നിട്ടുള്ളത്. അതായത് പണ്ട് ലിക്വിഡേറ്റർ ഈ ഒരു വൈൻഡിങ് അപ്പ് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത് വിത്തിൻ എ പീരിയഡ് ഓഫ് 3 ഇയർ എന്നാണ് കിടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 2 ഇയർ എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രധാനപ്പെട്ടൊരു മാറ്റം തന്നെയാണ്. ലിക്വിഡേറ്റർ വൈൻഡിങ് അപ്പ് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത് എത്ര വർഷത്തിനകമാണ്? വിത്തിൻ എ പീരിയഡ് ഓഫ് 2 ഇയർ എന്ന് തിരുത്തി നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോയിൻമെൻറ്റ് ചെയ്ത് 2 വർഷത്തിനകം 2 വർഷത്തിനകം ഇദ്ദേഹം എന്ത് ചെയ്യണം? ഈ ലിക്വിഡേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്ലോസ് വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ താഴെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ട് ലോയിലൊരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ 2 വർഷം കൊണ്ട് തീരുമാനം എടുത്തു. പക്ഷേ അതിനെതിരെ വല്ല അപ്പീലും വരികയാണ്. ഈ ഓർഡർ ഓഫ് വൈൻഡിങ് അപ്പിനെതിരെ വല്ല അപ്പീലും വന്നു കഴിഞ്ഞാൽ, അപ്പീൽ പെൻഡിങ് ഉണ്ടെങ്കിൽ അപ്പീലിൻ്റെ കാലാവധി ഒരിക്കലും ഇതിൽ പെടുത്തില്ല എന്നാണ് പറയുന്നത്. അപ്പീലിൻ്റെ കാലാവധി ഒരിക്കലും ഇതിൽ പെടുത്തില്ല എന്നാണ് പറയുന്നത്. അവിടെയും ഈ ഒരു 3 വർഷം എന്നുള്ളത് 2 വർഷമാക്കി മാറ്റി തിരുത്തി വായിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പുതിയൊരു ക്ലോസ് ചേർത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇഫ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് കനോട്ട് ബി കംപ്ലീറ്റഡ് വിത്തിൻ എ പീരിയഡ് ഓഫ് 2 ഇയേഴ്സ്, 2 വർഷത്തിനകം ഈ ഒരു പ്രൊസീഡിങ്സ് നടന്നില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ അണ്ടർ സെക്ഷൻ 72(1) പ്രകാരമാണല്ലോ അദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രകാരം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ പറ്റിയില്ലെങ്കിൽ ദ ലിക്വിഡേറ്റർ ഒരു സബ്മിറ്റ് ചെയ്യണം ഒരു റിപ്പോർട്ട്. ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്? ഗവൺമെൻറ്റിനാണ്. ത്രൂ രജിസ്ട്രാർ വഴി ഗവൺമെൻറ്റിന് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. എന്ത് പറഞ്ഞിട്ട്? സ്റ്റേറ്റിംഗ് ദ പ്രൊസീഡിയറൽ കൺസ്ട്രെയിൻസ്, എന്തെല്ലാം കാര്യങ്ങളാണ് വിച്ച് പ്രിവെൻറ്റ് ഹിം ടു കംപ്ലീറ്റ് ദ പ്രൊസീഡിങ്സ്, അദ്ദേഹത്തിന് ഈ പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എന്തെല്ലാമാണ് തടസ്സമായി നിൽക്കുന്നത്, എന്തെല്ലാം പ്രൊസീജിയേഴ്സാണ് തടസ്സമായി നിൽക്കുന്നത് എന്ന് രജിസ്ട്രാർ വഴി ഗവൺമെൻറ്റിനെ അറിയിക്കാനുള്ള ഒരു റിപ്പോർട്ട് അദ്ദേഹം കൊടുക്കണം. ഈ ഒരു ക്ലോസ് ആദ്യം ഉണ്ടായിരുന്നില്ല, അതിപ്പോൾ വന്നതാണ് കേട്ടോ. പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. അദ്ദേഹത്തിന് എന്തെല്ലാം തടസ്സങ്ങളാണ് നേരിട്ടത്, ആ തടസ്സങ്ങൾ ആര് വഴി? രജിസ്ട്രാർ വഴി ആർക്ക് കൊടുക്കണം? ഗവൺമെൻറ്റിൽ എത്തിക്കണം, ഗവൺമെൻറ്റിൽ കൊടുക്കണം. അതുമാത്രമല്ല ഇഷ്യൂ ദ ഫൈനൽ ഓർഡർ വിത്ത് ദ പെർമിഷൻ ഓഫ് ദ ഗവൺമെൻറ്. എന്നിട്ട് ഫൈനൽ ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോട് കൂടി മാത്രമായിരിക്കണം. വിത്തിൻ ദ ടൈം സ്റ്റിപ്പുലേറ്റഡ് ബൈ ദ ഗവൺമെൻറ് ആസ് മേ ബി പ്രിസ്ക്രൈബ്. ഇപ്പോൾ ഗവൺമെൻറ് ഒരു സമയപരിധി പറയുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്താൽ മതി? അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ അങ്ങനെ സച്ച് എക്സ്റ്റൻഷൻ കിട്ടിയാലും അത് ഷാൾ നോട്ട് ബി എക്സീഡ് എ പീരീഡ് ഓഫ് 1 ഇയർ. 1 വർഷത്തിന് കൂടുതലാവാൻ പാടില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ക്ലോസും വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഗവൺമെൻറ് അങ്ങനെ ഒരു പരിധി കൊടുക്കുകയാണ്, അദ്ദേഹത്തിന് നീട്ടിക്കൊടുക്കാം. എത്ര വർഷം? മാക്സിമം 1 ഇയർ. ഇത് അതിൽ മേലെ പാവാൻ പറ്റുമോ? ഷോൾ നോട്ട് എക്സീഡ്. 1 വർഷത്തിൽ കൂടുതൽ അങ്ങനെ ഒരു കാലാവധി നീട്ടിക്കിട്ടൽ ഉണ്ടാവില്ല എന്നാണ് പറയണത്. ഫൈനലായിട്ട് എന്താണ്? വിത്തിൻ 1 ഇയർ എന്തായാലും തീരുമാനം എടുക്കണം എന്നാണ് പറയണത്. അപ്പോൾ ആദ്യം ടോട്ടൽ 3 വർഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ 2 ഇയറും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സ്റ്റൻഷൻ ഉള്ളൊരു 1 ഇയറും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 3 വർഷമാണ്. പക്ഷേ ടോട്ടൽ 3 വർഷമാണെന്ന് എഴുതരുത്. വൈൻഡിങ് അപ്പിൻ്റെ പ്രൊസീജിയേഴ്സ് എത്ര നാൾ കംപ്ലീറ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വർഷം വിത്തിൻ എ പീരിയഡ് ഓഫ് 2 ഇയേഴ്സ് എന്നതാണ് ആൻസർ. പക്ഷേ ഇവിടെ എക്സ്റ്റൻഷൻ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. എക്സ്റ്റൻഷൻ കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിനെ കാരണം ബോധിപ്പിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. അതാണ് പറയണത് കേട്ടോ. അപ്പോൾ ഇത്രയും ഈ സെക്ഷൻ 73 പവേഴ്സ് ഓഫ് ലിക്വിഡേറ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ലിക്വിഡേറ്ററുടെ കാര്യങ്ങൾ ഈ ഒരു മാറ്റമാണ് ഈ ഒരു ലിക്വിഡേറ്ററിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളത്. പിന്നെ സെക്ഷൻ 74 എന്താണ്? ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റിയുടെ ഭാഗമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഭാഗം മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ബാക്കി അമെൻമെൻറ്റ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക്